Yes, a special good evening to all. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ നമ്മളെ കാത്തിരുന്ന വൈകി വന്ന വസന്തം എന്നൊക്കെ പറഞ്ഞ പോലെ കാത്തിരുന്ന് അവസാനം PSC ഒഫീഷ്യലി ഇന്ന് ആ ഡേറ്റ് അങ്ങ് വന്നിരിക്കുകയാണ്. യെസ്, അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയാണോ പഠിച്ചിരുന്നത് അതിൽ എല്ലാവരും മാറ്റങ്ങൾ വരുത്തിയേ മതിയാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്തിരുന്ന ആളുകൾ ഒന്ന് ചൂടാവാനുണ്ട്, എന്നാൽ ഓൾറെഡി ചൂടായ ആളുകളെ ഒന്ന് തിളയ്ക്കാനുണ്ട്. യെസ്, അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. യെസ്, ഇനി നമ്മുടെ മുന്നോട്ടുള്ള പഠന രീതിക്ക് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി കുറച്ചും കൂടി ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. യെസ്, ഇന്ന് PSC ഒഫീഷ്യലി ഡേറ്റുകൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷ എന്നാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചിലര് വിചാരിക്കുന്നത് എന്റെ പരീക്ഷ ചിലപ്പോ മാർച്ചിലായിരിക്കും, 1.5 മാസം സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഇപ്പോഴും കൂടെയുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും എക്സാം ഡേറ്റ് ഫെബ്രുവരി 20 അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ മാക്സിമം 25 ദിവസമോ കിട്ടിക്കഴിഞ്ഞാൽ അത് ബോണസ് ആയിട്ട് കണക്ക് കൂട്ടാം. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഫെബ്രുവരി 20 അത് ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി എത്ര ദിവസം പഠിക്കാനുണ്ട്? കൃത്യം 1 മാസം പഠിക്കാനുണ്ട്. നാളെ 19, ഇന്ന് 18, നാളെ 19 അല്ലെ? 19 to 19 1 മാസമാണ് കൃത്യം നിങ്ങളുടെ മുന്നിലുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് അത് ഫെബ്രുവരി 20 ഉള്ളത് 25 ആയി കഴിഞ്ഞാൽ 5 ദിവസം ബോണസ്. ഇനി അടുത്ത 6-ാം തീയതി ആയി കഴിഞ്ഞാൽ അത്രയും ബോണസ് എന്നല്ലാതെ 30 ദിവസത്തിൽ അപ്പുറത്തേക്ക് ഒരു ദിവസവും ഇപ്പൊ നിങ്ങളുടെ മനസ്സിലില്ല. നമ്മൾ സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു കോഴ്സ് മറ്റന്നാളെ അല്ലെങ്കിൽ നാളെ രാത്രി മുതൽ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. സൂപ്പർ 30 കേട്ടോ. യെസ്, സൂപ്പർ 30 എന്താണ്? സൂപ്പർ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് കറണ്ട് അഫയേഴ്സിൽ. എന്താണ്? യെസ്, വികാസ് ബാൽ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഏത് സൂപ്പർ 30 എന്ന് പറയുന്നത് അല്ലെ? യെസ്, അത് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നാളെ മുതൽ നമ്മുടെ സൂപ്പർ 30 സീരീസ് നമ്മൾ ആരംഭിക്കുന്നു. യെസ്, അപ്പോ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആയിരിക്കും ആ ഒരു സീരീസിൽ നിങ്ങൾക്ക് ലഭിക്കുക. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത് ഒഫീഷ്യലി ഇന്നിപ്പോ ഡേറ്റ് ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, 5 മണിയല്ലേ ആയിട്ടുള്ളൂ. യെസ്, അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. യെസ്, അതെ, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ ദിവസത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നിട്ട് തന്നെ ആയിരിക്കും പരീക്ഷ. അത് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലോങ് ടേമിലേക്ക് ചാർട്ട് ചെയ്തിട്ട് നാളെ ഇന്നതാണ് എന്നുള്ള രീതിയിൽ വരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടായിരിക്കും നമ്മുടെ പരീക്ഷ. ഈ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ദിവസം കാത്തിരുന്നത്. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വിശ്രമമില്ല. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും വേണം കേട്ടോ. പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും അല്ലെ? അപ്പൊ അതുണ്ടാവാൻ പാടില്ല. പഠിച്ച കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും റിവിഷൻ ചെയ്യും. പഠിക്കാത്ത കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളൊക്കെ മുതിർന്ന ആളുകളാണ്, നിങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ പ്രാപ്തിയുള്ള ആളുകളാണ്. അപ്പൊ ആരും എന്നോട് ഈ ചോദ്യം മാത്രം ചോദിക്കരുത്. എന്താണ്? കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, സാർ ഇത് മാത്രം പഠിച്ചാ മതിയോ എന്നുള്ളത്. നിങ്ങളൊക്കെ മുതിർന്ന ആളുകളാണ്. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കഴിവിന്റെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളിലേക്ക് എത്തിക്കും. പക്ഷെ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതിന് ആൻസർ ഇല്ല കേട്ടോ. പലരും ചോദിക്കാറുണ്ട്, അതിന് ഞാൻ മറുപടിയെ കൊടുക്കാറില്ല. കാരണം ഒരു ഔട്ട്ലൈൻ വെച്ച് പഠിക്കാൻ ഇത് 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷയോ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയോ അല്ല. ഇത് PSC എക്സാം ആണ്, കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ കഴിവിന്റെ പരമാവധി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നാളെ ആരംഭിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് നമ്മുടെ സീരീസ് ആരംഭിക്കും, സൂപ്പർ 30. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ, നാളെ പ്ലാൻ റെഡി ആവുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ 20-ാം തീയതിയോ 19-ാം, നാളെ തന്നെ ആയിക്കോട്ടെ അല്ലെ? നാളെ തന്നെ ആയിരിക്കാം. പക്ഷെ കുറച്ച് ആൾക്കാർ അറിയിക്കാനുണ്ട് നമുക്ക്. യൂട്യൂബിൽ ഒരു സെഷൻ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നാളെ ഓർ മറ്റന്നാള് നമ്മൾ എന്ത് ചെയ്യും, ഈ സൂപ്പർ 30 സീരീസ് ആരംഭിക്കും. അപ്പൊ എല്ലാവരെയും ആ ഒരു കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, ആ ഒരു സീരീസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ,
യെസ്, അപ്പോ ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി 1 മന്ത് ക്രാഷ് റിവിഷൻ കോഴ്സും 1 മന്ത് ക്രാഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലസിലുണ്ട്. അപ്പൊ ഒരു മാസത്തേക്ക് പ്ലസും കൂടെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു സ്ട്രാറ്റജി കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിർബന്ധിക്കുന്നില്ല, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിർബന്ധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതേക്കുറിച്ച് ഞാൻ ക്ലാസിന്റെ അവസാന ഭാഗത്ത് തരാം കേട്ടോ. യെസ്, അപ്പോ യെസ്, ഓക്കെ, തീർച്ചയായിട്ടും തരും കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്ത് പറയാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നു. യെസ്, അപ്പൊ എല്ലാവരും ഇത് കരിയറിലെ അല്ല, ജീവിതത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസമാണെന്നുള്ളത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളത് PSC നോക്കുന്നില്ല. ഇത്ര കാലം നിങ്ങൾ എങ്ങനെ ഉറക്കൊഴിച്ചു എന്നുള്ളത് PSC നോക്കുന്നില്ല. ഇനിയുള്ള 30 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൊയ്യുന്നത്? നിങ്ങൾ വിതച്ചിട്ടേ ഉള്ളൂ, ഇത്രയും കാലം നിങ്ങൾ വിതച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അത് കൊയ്ത്ത് എങ്ങനെയാണെന്നുള്ളത് ഇനിയുള്ള ഈ ഒരു മാസക്കാലമാണ് തീരുമാനിക്കുന്നത്. യെസ്, ഇനി ഇത്രയും കാലം ചടച്ച് കുത്തി തണുത്തിരുന്നവർക്കും സടകുടഞ്ഞ് എഴുന്നേൽക്കാനുള്ള സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും തന്നെ പറയാനില്ല. നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും ചെയ്യാറുള്ള പോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് 100ഓളം 80ഓളം ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ആ സീരീസിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഇന്ത്യയിൽ ഹൈക്കോടതി സ്ഥാപിച്ച വൈസ്രോയ് ആര് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്, ഓപ്ഷൻ ബി കാനിങ് പ്രഭു, ഓപ്ഷൻ സി വില്യം ബെൻഡിക്ക്, ഓപ്ഷൻ ഡി ഡഫറിൻ പ്രഭു. ഓക്കെ, യെസ്. അപ്പൊ ഇന്ത്യയിൽ ഹൈക്കോടതി സ്ഥാപിച്ച വൈസ്രോയ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ചെയ്യാം. കൺഫ്യൂസിംഗ് ഫാക്ട്സ് കൂടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. ശ്രദ്ധിച്ച് ഉത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, ഓക്കെ. ഇന്ത്യയിൽ ഹൈക്കോടതി സ്ഥാപിച്ച വൈസ്രോയ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചു വെക്കാം. യെസ്, ഇന്ത്യയിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. സുപ്രീം കോടതി സ്ഥാപിച്ചതാണ് വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, ഇത്തരത്തിലുള്ള സീരീസ് നമുക്ക് വേണ്ടേ? യെസ്, ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് പഠിച്ചു പോകണം. യെസ്, ഇവിടെ ഒരുപാട് പേര് വാറൻ ഹേസ്റ്റിംഗിലേക്ക് പോയി. ഓക്കെ, അപ്പൊ വാറൻ ഹേസ്റ്റിംഗ് സുപ്രീം കോടതി സ്ഥാപിച്ച ആളാണ് കേട്ടോ. സുപ്രീം കോടതി സ്ഥാപിച്ച ആളാണ് വാറൻ ഹേസ്റ്റിംഗ്. കാനിങ് പ്രഭു ആണ് ഇന്ത്യയിൽ ഹൈക്കോടതി ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് മാക്സിമം കോൺസെൻട്രേഷനോട് കൂടി മാത്രം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. യെസ്, അപ്പൊ സൂപ്പർ 30 എന്ന് പറയുന്ന സീരീസ് നമ്മൾ പേറ്റന്റ് എടുത്തു കഴിഞ്ഞു കേട്ടോ. സൂപ്പർ 30 ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ 30 ഓക്കെ. യെസ്, അപ്പൊ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാം. ഓപ്ഷൻ എ MK വെള്ളോടി, ഓപ്ഷൻ ബി ടി പ്രകാശം, ഓപ്ഷൻ സി നീലം സഞ്ജീവ റെഡ്ഡി, ഓപ്ഷൻ ഡി പോറ്റി ശ്രീരാമലു. യെസ്, അപ്പോ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആരാണെന്ന് പഠിച്ചു വെക്കാം. ടി പ്രകാശം എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ടി പ്രകാശം. എന്താണ് അതിലെ ട്വിസ്റ്റ്? യെസ്, ഓക്കെ. ഹൈദരാബാദ് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് MK വെള്ളോടി. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. പിന്നീടാണ് ആന്ധ്രാപ്രദേശായി മാറുന്നത്. ആദ്യം ഹൈദരാബാദ് ആയിരുന്നു, MK വെള്ളോടി. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലം സഞ്ജീവ റെഡ്ഡി എന്നും പഠിച്ചു വെക്കാം. 2 ചോദ്യങ്ങളായിട്ടുള്ളൂ. മൂന്നാമത്തെ ചോദ്യം. സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി റാഞ്ചി, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ത്രിപുര. ഞാൻ പറഞ്ഞു കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് ആദ്യത്തെ 10-12 ചോദ്യങ്ങളിൽ. ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. യെസ്, ഇവിടെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എന്നല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ വായിച്ചു നിങ്ങൾ, അതെന്റെ തെറ്റല്ല കേട്ടോ. സൈബർ ഫോറൻസിക് ലബോറട്ടറി ആണ് ത്രിപുര. പക്ഷേ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയിലാണ് എന്ന് പഠിച്ചു നോക്കാം. സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ്. യെസ്, ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിപുരയിലാണ് എന്ന് പഠിച്ചു നോക്കാം. സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിപുരയിലാണ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ. ഇനി കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത്
കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത് യെസ് ഏതാണ്? ഓപ്ഷൻ എ മധുര, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി കന്യാകുമാരി, ഓപ്ഷൻ ഡി ഊട്ടി. കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത്, കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത് യെസ് ഇതെല്ലാം ഏതൻസ് ഒക്കെ തന്നെയാണ്. കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത് മധുരയാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കിഴക്കിന്റെ അലക്സാണ്ട്രിയ എന്നറിയപ്പെടുന്നത് കന്യാകുമാരി. കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത് മധുര, കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. ഓക്കെ, എല്ലാം കിഴക്കിന്റെ വിശേഷണങ്ങളാണ്. സോറി, കിഴക്കിന്റെ അലക്സാണ്ട്രിയ എന്നറിയപ്പെടുന്നത് കന്യാകുമാരി, കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത് മധുര, കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ എന്നും പഠിച്ചു വെക്കാം കേട്ടോ. രാത്രി 10 മണിക്ക് ഇന്ന് ക്ലാസ്സിന്റെ 10 മണിക്കത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസായം. ഓക്കെ, ഇന്ത്യൻ വ്യവസായമാണ് ടോപ്പിക്. യെസ്, അപ്പൊ സമയം കിട്ടുന്ന പോലെയൊക്കെ നോക്കിയിട്ട് വന്നോളാം. ഇന്ത്യൻ വ്യവസായത്തിൽ നിന്ന് ഒരു 60 ചോദ്യങ്ങൾ നമുക്ക് രാത്രി 10 മണിക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ കിഴക്കിന്റെ അലക്സാണ്ട്രിയ എന്നറിയപ്പെടുന്നത് കന്യാകുമാരി, കിഴക്കിന്റെ ഏതൻസ് എന്നറിയപ്പെടുന്നത് മധുര, കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ എന്നും പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, 4, 5 ചോദ്യം. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ജ്യോതി വെങ്കടാചലം, ഓപ്ഷൻ ബി ഷീല ദീക്ഷിത്, ഓപ്ഷൻ സി രാം ദുലാരി സിൻഹ, ഓപ്ഷൻ ഡി ഫാത്തിമ ബീവി. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പഠിച്ചു വെക്കാം. യെസ്, അത് ഫാത്തിമ ബീവി എന്ന് പഠിച്ചു വെക്കാം. 5. 6 ചോദ്യം. യെസ്, എക്സ്പ്ലനേഷനിലേക്ക് ഇപ്പൊ പോകുന്നില്ല. 6 ചോദ്യം. പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി പൂക്കോട് തടാകം, ഓപ്ഷൻ ഡി മേപ്പാടി തടാകം. ഇപ്പോൾ ചെയ്യാം. പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? ഏതാന്ന് പഠിച്ചു വെക്കാം. അഷ്ടമുടി കായൽ എന്ന് പഠിച്ചു വെക്കാം. ഇനി പൂക്കോട് തടാകത്തിന്റെ ആകൃതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കോട് തടാകത്തിന്റെ ആകൃതി ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ് അല്ലെ, ഇന്ത്യൻ മാപ്പിന്റെ ആകൃതിയാണ്. മേപ്പാടി തടാകം യെസ് ഓക്കെ, മേപ്പാടി യെസ്, ചേമ്പ്ര പീക്ക് യെസ്, ഹൃദയ തടാകം എന്നറിയപ്പെടുന്നു. ഹൃദയത്തിന്റെ ആകൃതിയിലാണ് മേപ്പാടി ലേക്ക് എന്ന് പഠിച്ചു വെക്കാം. പനയുടെ ആകൃതി അഷ്ടമുടി കായൽ. ഓക്കെ, യെസ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 7 ചോദ്യം. അടുത്തത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏതാണ്? ഓപ്ഷൻ എ നമ്മുടെ മരം, ഓപ്ഷൻ ബി എന്റെ മരം, ഓപ്ഷൻ സി നിന്റെ മരം, ഓപ്ഷൻ ഡി മരം കുളിർമ. യെസ് ഏതാണ്? യെസ് ഓക്കെ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ എന്റെ മരം, കലാലയങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജുകളാണെങ്കിൽ ഏതാണ്? നമ്മുടെ മരം എന്ന് പഠിച്ചു കേട്ടോ. 8 ചോദ്യം. കേരള ഫോറസ്റ്റ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് അക്കാദമി കോട്ടയം, പീച്ചി, വഴുതക്കാട്, അരിപ്പ. കേരള ഫോറസ്റ്റ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഫോറസ്റ്റ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? യെസ്, അരിപ്പ എന്ന് പഠിച്ചു വെക്കാം. കേരള ഫോറസ്റ്റ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിപ്പ എന്ന് പഠിച്ചു വെക്കാം. 9 ചോദ്യം. കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ യെസ് ഓക്കെ, കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓക്കെ യെസ് ഓക്കെ, കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. യെസ്, ഈ വിവരങ്ങളെല്ലാം നമ്മൾ തുടങ്ങാൻ പോകുന്ന ക്ലാസ്സുകളുടെ വിവരങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് വഴിയാണ്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ ടെലഗ്രാമിൽ പച്ചവെള്ളം എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ, പച്ചവെള്ളം എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ യെസ് ഓക്കെ, ഇനി പിന്നെ യെസ്, അപ്പൊ മാക്സിമം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. യെസ് ഓക്കെ, അപ്പൊ കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏതാണ്? തിരുവനന്തപുരം എന്ന് പഠിച്ചു വെക്കാം. കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് തിരുവനന്തപുരത്താണെന്ന് പഠിച്ചു വെക്കാം. യെസ്, ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് അറിയാമോ? മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴയിലാണ്.
എന്നാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് ആലപ്പുഴയിലാണ്. ഉൾനാടൻ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്താണെന്ന് പിടിച്ചു വെക്കാം. കടലിനെ ആശ്രയിച്ചു കഴിയുന്നവർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്നും പഠിച്ചു വെക്കാം. 10ാമത്തെ ചോദ്യം, വേലക്കാരൻ എന്ന പത്രം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കെ ജി, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ചെയ്യാം. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത്, ഓക്കെ, കമന്റ് ചെയ്യരുത്, പോൾ ചെയ്യാം. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ എന്ന് പഠിച്ചു വെക്കാം. എന്നാൽ യജമാനൻ എന്ന മാസിക ആരംഭിച്ചതോ അത് വാഗ്ഭടാനന്ദനാണ് എന്ന് പഠിച്ചു വെക്കാം. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ, വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്ന പോയിന്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. അപ്പൊ ആവേശകരമായ മത്സരം തുടരുന്നു. കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഉണ്ടായിരുന്നു. 10ൽ 10 മാർക്ക് ആകെ 4 പേർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ റാങ്ക് ലീഡർ ബോർഡിൽ താഴെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഓക്കെ, തുടരുന്നു. 80 ചോദ്യങ്ങളുടെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. വിസ്തീർണം കൂടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഏറനാട്, ഓപ്ഷൻ ബി വളപട്ടണം, ഓപ്ഷൻ സി ഗുരുവായൂർ, ഓപ്ഷൻ ഡി കുമളി. ഇപ്പോൾ ചെയ്യാം. വിസ്തീർണം കൂടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വിസ്തീർണം കൂടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമളി എന്ന് പഠിച്ചു വെക്കാം. ഇനി വിസ്തീർണം കൂടിയ താലൂക്ക്, ഏറ്റവും വലിയ താലൂക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും വലിയ താലൂക്ക്? യെസ്, താലൂക്കാണ് മലപ്പുറം ജില്ലയിലെ ഏറനാട് കേട്ടോ. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമളി എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആണ്, സിമ്പിൾ ആണ്. ആരാണ്? ഇപ്പോൾ ചെയ്യാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, വാവ്, 100-നോടടുത്ത് അല്ലെ? യെസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് എന്ന് പഠിച്ചു വെക്കാം. 12ാമത്തെ ചോദ്യം. 13, ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന, കോസി, സോൺ, ക്ഷിപ്ര. അപ്പോൾ ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? യെസ്, ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം. യെസ്, അത് കോസി എന്ന് പഠിച്ചു വെക്കാം. 13. 14ാമത്തെ ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവെസ്റ്റർ, മാംഗോ ഷവർ, ലൂ, എലിഫന്റ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് പഠിച്ചു വെക്കാം. ലൂ ആണ് എന്ന് പഠിച്ചു വെക്കാം. 14. 15ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ ചേരി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ധാരാവി, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ലോകത്തിലെ ആദ്യ ചേരി മ്യൂസിയം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ചെയ്യാം. ലോകത്തിലെ ആദ്യത്തെ ചേരി മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേരി മ്യൂസിയം. യെസ്, ലോകത്തിലെ ആദ്യത്തെ ചേരി മ്യൂസിയം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, യെസ്, ഏറ്റവും വലിയ ചേരി എവിടെയാണ് എന്നല്ല എന്റെ ചോദ്യം. യെസ്, ഏറ്റവും വലിയ ചേരി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാവി. ചേരി മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത എന്ന് പഠിച്ചു വെക്കാം. 15. 16ാമത്തെ ചോദ്യം, ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ലക്നൗ, ഓപ്ഷൻ ബി ഭോപ്പാൽ, ഓപ്ഷൻ സി നാഗ്പൂർ, ഓപ്ഷൻ ഡി പാറ്റ്ന. ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എവിടെയാന്ന് പഠിച്ചു വെക്കാം. യെസ്, ഓക്കെ, യെസ്, അത് നാഗ്പൂർ എന്ന് പഠിച്ചു വെക്കാം. 16. 17ാമത്തെ ചോദ്യം, സാത്രിയ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? തെറ്റിച്ചു കഴിഞ്ഞാൽ യെസ്, ഒലക്കെടുക്കുന്ന ചോദ്യങ്ങളാണിത്. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി മണിപ്പൂർ. സാത്രിയ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്രിയ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതാണ്? അത് ആസാമിന്റെ നൃത്തരൂപമാണെന്ന് പഠിച്ചു വെക്കാം. 17. ഓക്കെ, യെസ്. 18ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ബേലാപൂർ, ഓപ്ഷൻ ബി മംഗലാപുരം, ഓപ്ഷൻ സി ബംഗളൂരു, ഓപ്ഷൻ ഡി ഗോവ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം? യെസ്, എവിടെയാന്ന് പഠിച്ചു വെക്കാം. ബേലാപൂർ എന്ന് പഠിച്ചു വെക്കാം. 18. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചതാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതി. ഇപ്പോൾ ചെയ്യാം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ഗീതം രചിച്ചതാരാണ്? യെസ്, ഓക്കെ. ദേശീയ ഗീതം രചിച്ചതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പഠിച്ചു വെക്കാം. 19. 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 1935 ഏപ്രിൽ 1, 42 ജനുവരി 1, 49 ഏപ്രിൽ 1. യെസ്, ഓക്കെ. 1955 ജനുവരി 1. ഇപ്പോൾ ചെയ്യാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓക്കെ. യെസ്, റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 1935 ഏപ്രിൽ 1 എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. 1935 ഏപ്രിൽ 1 പഠിച്ചു വെക്കാം. 20ൽ 20 മാർക്ക് ഒരാൾക്ക് മാത്രം. ആര്യാവി. ഓക്കെ, തൊട്ട് താഴെ നിങ്ങളുടെ മാർക്കുകളുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 21ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഇൻസാറ്റ്, ഓപ്ഷൻ ബി കൽപ്പന, ഓപ്ഷൻ സി എജുസാറ്റ്, ഓപ്ഷൻ ഡി ഭാസ്കര. ധാരാവിയിൽ ഡൗട്ട് ഉണ്ടോ? ധാരാവി ഏറ്റവും വലിയ ചേരി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാവി ഏറ്റവും വലിയ ചേരി മ്യൂസിയം കൊൽക്കത്ത എന്നാണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം നമുക്കത് കേട്ടോ. യെസ്, അപ്പൊ ഇതിനുത്തരം പോൾ ചെയ്യാം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതാണെന്ന് പഠിച്ചു വെക്കാം. സിമ്പിൾ ആയിട്ട് പറയാം, എജുസാറ്റ്. 21. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഹരിയാന, യെസ്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ആസാം, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് എന്ന് പഠിച്ചു വെക്കാം. 22. 23ാമത്തെ ചോദ്യം, ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി ശിരുവാണി, ഓപ്ഷൻ ഡി മണ്ഡോവി. ഇപ്പോൾ ചെയ്യാം. ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ഡോവി എന്ന് പഠിച്ചു വെക്കാം. 23. 24ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണെന്ന് പഠിച്ചു വെക്കാം. റിസർവ് ബാങ്ക് വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ 35ലാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് 1949 പഠിച്ചു വെക്കാം. 25 റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്. എവിടെയാണ്? ഇപ്പോൾ ചെയ്യാം. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്ന് പഠിച്ചു വെക്കാം. ഒഡീഷയിലാണ്. ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ് റൂർക്കേല വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ട് കേട്ടോ. 26ാമത്തെ ചോദ്യം, ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപൻ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി കേശവ് ചന്ദ്ര സെൻ, ഓപ്ഷൻ സി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ഡി ജ്യോതിറാവു ഫുലെ. ഇപ്പോൾ ചെയ്യാം. യെസ്, ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആരാണെന്ന് പഠിച്ചു വെക്കാം. രാജാറാം റോയ് എന്ന് പഠിച്ചു വെക്കാം. 26. ഓക്കെ. 27 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി, ബാംഗ്ലൂരു. ഇപ്പോൾ ചെയ്യാം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം യെസ്, എവിടെയാണ്? മുംബൈയിലാണ് എന്ന് പഠിച്ചു വെക്കാം. 27.
28ാമത്തെ ചോദ്യം. യെസ്, ഓക്കെ. ഇന്ത്യൻ ആർമി ഡേ ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 4, ഒക്ടോബർ 8, ജനുവരി 5, ജനുവരി 15. ഇപ്പോൾ ചെയ്യാം. ഇന്ത്യൻ ആർമി ഡേ ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി ഡേ ആചരിക്കുന്നത് എന്നാണ്. യെസ്, ഓക്കെ. ഇന്ത്യൻ ആർമി ഡേ ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇപ്പോൾ ചെയ്യാം. അത് ജനുവരി 28-നാണ്. ഓക്കെ. 29ാമത്തെ ചോദ്യം. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി ഫാക്ട് ആണ് അല്ലെ. യെസ്, ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം? മധ്യപ്രദേശ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. യെസ്, ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം? യെസ്, അതെ, മഹാരാഷ്ട്രയാണ് എന്നും പഠിച്ചു വെക്കാം. ഓക്കെ. 30ാമത്തെ ചോദ്യം. ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗ്പൂർ, പൂനെ, ഉദയ്പൂർ, ഇൻഡോർ. എവിടെയാണ്? അപ്പോൾ ചെയ്യാം. ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എവിടെയാന്ന് പഠിച്ചു വെക്കാം? യെസ്, അത് ഇൻഡോറിലാണ് എന്ന പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം. 30 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ 30-ൽ 29 മാർക്കുമായിട്ട് അർഷയും സാനിമോളും ഒന്നാമതായിട്ടുണ്ട്. സിഖിൽ, രഞ്ജിനി, ഗൗതം, നിതിൻ, അനഘ, സെക്യുലർ, ആര്യ, ശീതൾ, ഇത്രയും പേരും ലീഡർ ബോർഡിലുണ്ട്. യെസ്, അടുത്ത് വീണ്ടും നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ടിലേക്ക് തന്നെ പോകാം. ഓക്കെ, വെയിറ്റ്. യെസ്, 31ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കസ്തൂരി രംഗൻ പാനൽ, ഓപ്ഷൻ ബി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, ഓപ്ഷൻ സി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇപ്പോൾ ചെയ്യാം. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കാരണം സ്റ്റെക്ക് കോമൺ പ്രശ്നമല്ലല്ലോ. യെസ്, ഈ സമയത്തിന്റെ ഇഷ്യൂ കാരണമുള്ള ചിലരുടെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണെന്ന് പഠിച്ചു വെക്കാം. കസ്തൂരി രംഗൻ പാനൽ എന്താണ്? കസ്തൂരി രംഗൻ പാനൽ എന്താ? ഇത് ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചുത്തരം എഴുതണേ. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. യെസ്, അപ്പോ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ഇനി കസ്തൂരി രംഗൻ പാനൽ എന്താണ്? കസ്തൂരി രംഗൻ പാനൽ യെസ്, ഓക്കെ. യെസ്, ഇവിടെ നോക്കാം. കസ്തൂരി രംഗൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠനം നടത്തിയത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ആ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്തൂരി രംഗൻ പാനൽ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠനം നടത്തിയത് മാധവ് ഗാഡ്ഗിൽ. ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കസ്തൂരി രംഗനാണെന്ന് പഠിച്ചു വെക്കാം. ഇനിയോ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013-ലാണ്. കസ്തൂരി രംഗൻ. അപ്പോ നോക്കിയേ നിങ്ങള്, പശ്ചിമഘട്ടം ആരാ പഠനം നടത്തിയത്? മാധവ് ഗാഡ്ഗിൽ. ഓക്കെ. യെസ്, മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് പഠനം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കസ്തൂരി രംഗൻ. ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് പഠിച്ചു വെക്കാം. നെറ്റ് വല്ലാണ്ട് സ്ലോ ഉള്ളവരെ എന്നെ ഒന്ന് തൊടുക. അപ്പോ എന്റെ വീഡിയോ അങ്ങ് ക്ലോസ് ആയിക്കോളും. അപ്പൊ കുറച്ചും കൂടെ സ്പീഡായിട്ട് റിക്കവർ ചെയ്തിട്ട് പോളുകൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുക. എന്നെ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ചോദ്യങ്ങൾ കേട്ടാൽ മതി, പോളുകൾ കൃത്യമായിട്ട് കേട്ടാൽ മതി. അപ്പോ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കസ്തൂരി രംഗൻ. കസ്തൂരി രംഗനിലെ ഭേദഗതികൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് പഠിച്ചു വെക്കാം. തെറ്റരുത്. 31. 32ാമത്തെ ചോദ്യം. ഹോസ്ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശിവപ്പ നായ്ക്കർ, ഓപ്ഷൻ ബി സോമശേഖര നായ്ക്കർ, ഓപ്ഷൻ സി മാർത്താണ്ഡ വർമ്മ, ഓപ്ഷൻ ഡി രവി വർമ്മ കുലശേഖരൻ. ആരാണ് ഹോസ്ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? യെസ്, കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ.
യെസ്, ഓക്കെ. മുഴുവനായിട്ട് കൺഫ്യൂസിങ് ഫാക്ട് ആയി കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തതാണ്. യെസ്, ശിവപ്പ നായ്ക്കറാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് അല്ലെ. കാരണം എന്താ, നമ്മുടെ ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണി കഴിപ്പിച്ചത് ആരാണ്? ശിവപ്പ നായ്ക്കറാണ്. എന്നാൽ ഹോസ്ദുർഗ് കോട്ട, കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു കോട്ടയായ ഹോസ്ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് സോമശേഖര നായ്ക്കറാണെന്ന് പഠിച്ചു വെക്കാം. ഇത് ഏതൊക്കെയാണ്? ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും കേട്ടോ. ചന്ദ്രഗിരി കോട്ടയും ബേക്കൽ കോട്ടയും പണി കഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കറാണ്. ഹോസ്ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് സോമശേഖര നായ്ക്കർ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. പാലക്കാട് കോട്ട ഹൈദരാലി, കന്യാകുമാരി വട്ടക്കോട്ട മാർത്താണ്ഡവർമ്മ, സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ പണി കഴിപ്പിച്ചത് അൽമേഡ എന്ന പോയിന്റും സമയമുണ്ടെങ്കിൽ അതിലേക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കാം. 32. 33ാമത് ചോദ്യം, 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാം. ഓപ്ഷൻ എ ഇന്ദ്രധനുഷ്, ഓപ്ഷൻ ബി ഇന്ദ്രപ്രസ്ഥ, ഓപ്ഷൻ സി മിഷൻ ഇന്ദ്രധനുഷ്, ഓപ്ഷൻ ഡി മിഷൻ ഇന്ദ്രപ്രസ്ഥ. ഇപ്പോൾ ചെയ്യാം. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം? മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പഠിച്ചു വെക്കാം. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പഠിച്ചു വെക്കാം. ഇനി പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഇന്ദ്രധനുഷ് കേട്ടോ. ഒന്ന് കുട്ടികളുടെ രോഗപ്രതിരോധമാണ്, മറ്റൊന്ന് ബാങ്കുകളുടെ മികച്ച പ്രവർത്തനമാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. ഓക്കെ, കുട്ടികളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്നും പഠിച്ചു വെക്കാം. 34ാമത് ചോദ്യം, കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കയർ ഗ്രാമം. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കലവൂർ, ഓപ്ഷൻ സി വയലാർ, ഓപ്ഷൻ ഡി കായംകുളം. ഇപ്പോൾ ചെയ്യാം. കയർ ഗ്രാമം, കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്ക കാലിക്കെട്ട് എന്ന് പറഞ്ഞില്ലേ ആര്? അപ്പൊ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലാറാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രമാണ് കലവൂര്. ഓക്കെ, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രമാണ് കലവൂര്. കയർ ബോർഡിന്റെ ആസ്ഥാനം ആലപ്പുഴയാണെന്ന് പഠിച്ചു വെക്കാം. ചോദ്യം എന്തായിരുന്നു? കയർ ഗ്രാമമാണ്, അത് വയലാറാണ്. ഓക്കെ, അപ്പൊ വയലാറാണ് ആദ്യ കയർ ഗ്രാമം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലവൂരാണ്. കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ് എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം. കൺഫ്യൂസിങ്, ട്വിസ്റ്റിംഗ്, ട്രാപ്പിംഗ് എല്ലാം പഠിച്ചു പോകണം കേട്ടോ. കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു 500 ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അത് ഇടയിൽ നിങ്ങൾക്ക് ഇട്ടുതരും കേട്ടോ. ഓക്കെ. ഇനി 35ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഏലം ഗവേഷണം. അപ്പൊ ഈ ഒരു വർഷം ഞാൻ ചെയ്ത എല്ലാ ക്ലാസ്സുകളും ഈ ഒരു മാസം നമ്മൾ മാക്സിമം റിവിഷൻ ചെയ്യും, എല്ലാ ചോദ്യങ്ങളും മാക്സിമം കേട്ടോ. അതാണ് ഈ സൂപ്പർ 30 എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലേറ്റ് ആയിട്ട് വന്ന ആളുകളോട് പുതിയൊരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്, സൂപ്പർ 30 കേട്ടോ. 30 ഡേയ്സ്, ഫെബ്രുവരി 20-നാണ് എല്ലാവരുടെയും പരീക്ഷ. ഓക്കെ, അതിന്റെ അപ്പുറത്തേക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ ബോണസ് 30 ദിവസം കൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്ത് തീർക്കുന്നു. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യാം. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി ചിന്നാർ, ഓപ്ഷൻ സി പാമ്പാടുംപാറ, ഓപ്ഷൻ ഡി മയിലാടുംപാറ. ഈ പറഞ്ഞത് ഫ്രീയിലാണ്, പക്ഷെ പ്ലസിൽ ഇൻഡിവിജ്വലി സബ്ജക്ട് വൈസ് ടീച്ചേഴ്സിന്റെ റിവിഷൻ ഉണ്ട്. അത് ഇതിലേറെ ഒരുപാട് ഉപകാരം ചെയ്യും. ഒരാൾ തന്നെ ഇതിലെല്ലാം കൂടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പരിമിതികൾ ഉണ്ടാവും. നിങ്ങൾ പ്ലസ് എടുക്കുകയാണെങ്കിൽ ആ കോഴ്സും നമ്മുടെ ഈ കോഴ്സും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങളുടെ താല്പര്യമാണ്. അതിലാവുമ്പോൾ സബ്ജക്ട് ഓരോ ടീച്ചേഴ്സ് ഓരോ സബ്ജക്റ്റുകളാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അതിലേക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാടുംപാറ എന്ന് പഠിച്ചു വെക്കാം. 35. അപ്പോ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിലാടുംപാറയാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിലാടുംപാറ. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാടുംപാറ എന്നും പഠിച്ച് വെക്കാം. പാമ്പാടുംപാറ എന്ന് പഠിച്ചു വെക്കാം. 35.
36ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ്. ഓപ്ഷൻ എ പൊന്നാനി, ഓപ്ഷൻ ബി കാവനൂർ, ഓപ്ഷൻ സി നെടുങ്കയം, ഓപ്ഷൻ ഡി പോത്തുകല്ല്. ഇപ്പോൾ ചെയ്യാം. ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാം. യെസ്, ഇപ്പോൾ ചെയ്യാം. യെസ്, ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവനൂർ എന്ന് പഠിച്ചു വെക്കാം. ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ്. പൊന്നാനി എന്താ സംശയം വരും അല്ലെ? യെസ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ആണ് പൊന്നാനി. അതാണ് കൺഫ്യൂസിംഗ് ഫാക്ട് എന്നതിനെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ആണ് പൊന്നാനി. ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് മലപ്പുറം ജില്ലയിൽ തന്നെ കാവനൂർ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള കാവനൂര്. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികവർഗ കോളനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെടുങ്കയം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോത്തുകല്ല് എന്നും നോട്ട് ചെയ്തു വെക്കാം. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുകല്ലാണ്. ഇന്ത്യയിലെ ആദ്യ പട്ടികവർഗ കോളനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെടുങ്കയം. ഓക്കെ, യെസ്, ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നാനി എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, 36. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ, ഓപ്ഷൻ ബി കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ, ഓപ്ഷൻ സി നീണ്ടകര, ഓപ്ഷൻ ഡി മട്ടാഞ്ചേരി. ഏതാണ് യെസ് ഇതിലെ പിന്നെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ. കോഴിക്കോട് വേറെ, ടൗൺ പോലീസ് സ്റ്റേഷൻ വേറെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ ആണ്. തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര കൊല്ലം. ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി എന്നും പഠിച്ചു വെക്കാം. 37ാമത്തെ ചോദ്യം. 38, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി വിക്രമാദിത്യ വരഗുണൻ, ഓപ്ഷൻ സി അമോഘവർഷൻ, ഓപ്ഷൻ ഡി കനിഷ്കൻ. യെസ്, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇപ്പോൾ ചെയ്യാം. യെസ്, അത് വിക്രമാദിത്യ വരഗുണൻ എന്ന് പഠിച്ചു വെക്കാം. 38. 39ാമത്തെ ചോദ്യം, ഓൺലൈൻ പരീക്ഷകൾ നടത്തിയ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ പരീക്ഷകൾ നടത്തിയ ആദ്യ PSC. കൺഫ്യൂസിംഗ് ഫാക്ട്, രാജസ്ഥാൻ PSC, കേരള PSC, തമിഴ്നാട് PSC, പശ്ചിമ ബംഗാൾ PSC. ആദ്യ PSC ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓൺലൈൻ പരീക്ഷകൾ നടത്തിയ ആദ്യ PSC ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, യെസ്, അത് രാജസ്ഥാൻ PSC ആണ്. യെസ്, UPSC-യുടെ സഹായത്തോട് കൂടിയിട്ട് ഓൺലൈൻ PSC-കൾ ആദ്യമായി നടത്തിയത് രാജസ്ഥാൻ PSC ആണ്. സ്വന്തമായി ഓൺലൈൻ PSC നടത്തിയത്, സ്വന്തമായി ഓൺലൈൻ പരീക്ഷകൾ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള PSC എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, സ്വന്തമായി ഓൺലൈൻ പരീക്ഷകൾ നടത്തിയ PSC കേരള PSC. ഓൺലൈൻ പരീക്ഷ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് രാജസ്ഥാൻ PSC എന്നും പഠിച്ചു വെക്കാം. 39. ഓക്കെ, യെസ്. 40ാമത്തെ ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷൻ. അത് വേണ്ട. യെസ്, 40ാമത്തെ ചോദ്യം, ഇടുക്കി അണക്കെട്ടിന് വേണ്ടി സഹകരിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി അണക്കെട്ടിന് വേണ്ടി സഹകരിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്, കാനഡ, നോർവേ, അമേരിക്ക. അപ്പോൾ ചെയ്യാം. സഹായിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് 40ാമത്തെ ചോദ്യം. ഇടുക്കി അണക്കെട്ടിന് വേണ്ടി സഹായിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി അണക്കെട്ടിന് വേണ്ടി സഹായിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് പഠിച്ചു വെക്കാം. ഇടുക്കി അണക്കെട്ടിന് വേണ്ടി സഹായിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ എന്ന പോയിന്റും പഠിച്ചു വെക്കാം. അങ്ങനെ 40 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ലീഡർ ബോർഡിൽ നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ മാർക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ, യെസ്. അപ്പോ അങ്ങോട്ടേക്ക് പോകുന്തോറും ഇനിയും പിന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ്, അപ്പൊ പരീക്ഷ ഡേറ്റ് വന്നു അല്ലെ. ഞാൻ ആദ്യം കുറച്ച് കഥകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് വന്നത്.
യെസ് ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ പുതിയൊരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. സൂപ്പർ 30 എന്നുള്ളതാണ് സീരീസിന്റെ പേര്. 30 ദിവസം, അതായത് ഫെബ്രുവരി 18, 19 വരെ, പരീക്ഷയ്ക്ക് മുമ്പ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണത്. തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഓരോ ദിവസവും ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. സമയങ്ങൾ ഇപ്പോൾ ഉള്ള സമയം 8, 10 2 സമയങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇനി ഒരു സമയം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സമയം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അറിയിക്കാം കേട്ടോ. 41ാമത്തെ ചോദ്യം, മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിച്ച വിദേശീയർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡച്ചുകാർ, ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ സി യൂറോപ്യന്മാർ, ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ. ഇപ്പോൾ ചെയ്യാം. മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിച്ച വിദേശീയർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിച്ച വിദേശീയർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം വേണ്ടായിരുന്നു. ഈ ചോദ്യം ഞാൻ ഒഴിവാക്കിയ ചോദ്യമായിരുന്നു. പോർച്ചുഗീസുകാർ തന്നെയാണ് യൂറോപ്യന്മാർ എന്ന് പറയും. ഈ ചോദ്യം വേണ്ട കേട്ടോ, ഒഴിവാക്കി ആ ചോദ്യം ഒഴിവാക്കി. 41ാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാരാണ് അതിന് കറക്റ്റ് ആൻസർ കേട്ടോ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ചോദിച്ചു കഴിഞ്ഞാൽ 41 ചോദിച്ചിട്ടില്ല, 40 ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാം. ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ പ്രേം ബിഹാരി നരൈൻ റൈസ, ഓപ്ഷൻ സി BN റാവു, ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. പ്രിലിംസിന്റെ കട്ട് ഓഫ് ഇപ്പൊ ഞാൻ പ്രവചിക്കണോ? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പിടിച്ചു വെക്കാം? പ്രേം ബിഹാരി നരൈൻ റൈസ എന്ന് പിടിച്ചു വെക്കാം. 41. 42ാമത്തെ ചോദ്യം, കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവോത്ഥാനത്തിന്റെ കവി ഡോക്ടർ ലീലാവതി, ജോസഫ് മുണ്ടശ്ശേരി, ഡോക്ടർ പൽപ്പു, തായാട്ട് ശങ്കരൻ. ഇപ്പോൾ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കുമാരനാശാനുള്ള വിശേഷണത്തിന്റെ കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പഠിച്ചു വെക്കാം? തായാട്ട് ശങ്കരൻ എന്ന് പഠിച്ചു വെക്കാം. എന്താ നമ്മൾ കോഡ് പറഞ്ഞേ? അതായത് ദിവ്യ കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ ലീലാവതി. ദിവ്യ ലീലാവതി, ഒരൊറ്റ പെൺ ശബ്ദം മാത്രമേ ഉള്ളൂ കുമാരനാശാൻ ഉണ്ടായിരുന്നത്. ദിവ്യ കോകിലം വിശേഷിപ്പിച്ചത് പെൺ ശബ്ദം തന്നെ, ഡോക്ടർ ലീലാവതി. വേറെ പെൺ ശബ്ദമില്ല വിശേഷണങ്ങളിൽ. ഓക്കെ, ഇനി വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു കുറച്ച് ഗാംഭീര്യമുള്ള പേരാണ് അല്ലെ? വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടക്കൽ ശേഖരൻ. അതും കുറച്ച് ഗാംഭീര്യമുണ്ട്. മുണ്ടക്കൽ ശേഖരനില്ല, മുണ്ടശ്ശേരി കേട്ടോ. ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം. രണ്ടും ഗാംഭീര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കാം. ഇനി ചിന്നസ്വാമി മാനസപുത്രൻ എന്നൊക്കെ ഡോക്ടർ പൽപ്പു ആണ് വിശേഷിപ്പിച്ചത് എന്ന് പഠിച്ചു വെക്കാം. മാനസപുത്രൻ, ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചിന്നസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കുമാരനാശൻ എന്ന് പഠിച്ചു വെക്കാം. ആര്? ഡോക്ടർ പൽപ്പു കേട്ടോ. ഇനി വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി എന്നൊക്കെ പറഞ്ഞ് കവിത പാടി താരാട്ട് പാടി ഉറക്കിയത് തായാട്ട് ശങ്കരൻ എന്നും പഠിച്ചു വെക്കാം. കവി എന്ന് വിശേഷിപ്പിച്ചത് കവി, വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി, അങ്ങനെ കവി എന്ന വിശേഷണം കൊടുത്തത് തായാട്ട് ശങ്കരനാണെന്ന് പഠിച്ചു വെക്കാം. ദിവ്യ ഗോകുലം ലീലാവതി, വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം ജോസഫ് മുണ്ടശ്ശേരി, ചിന്നസ്വാമി ഡോക്ടർ പൽപ്പു. ഓക്കെ, തായാട്ട് ശങ്കരനാണ് വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷനകത്ത് നിന്ന് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. 43. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ, MP സിംഗ്, C സുബ്രഹ്മണ്യം. ഓക്കെ, ഇപ്പോൾ ചെയ്യാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് എന്റെ ചോദ്യം തെറ്റിപ്പോയോ? യെസ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. പോൾ മാറിയോ? എന്റെ പോൾ മാറിയോ? യെസ്, ഓക്കെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല, ഇന്ത്യൻ വിപ്ലവത്തിന്റെ നായകനാണ് ചോദിച്ചത്. അത് വേയിദ്റെ കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. അപ്പൊ ക്ലാസ്സിൽ സ്ഥിരമായി കൺഫ്യൂസിംഗ് ഫാക്ട്സ് മറന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് അത്തരം ചോദ്യങ്ങളും വേണം.
യെസ്. അപ്പോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? MS സ്വാമിനാഥൻ കേട്ടോ. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോട്ടലി നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്നു C സുബ്രഹ്മണ്യം എന്നും പഠിച്ചു വെക്കാം കേട്ടോ. C സുബ്രഹ്മണ്യം എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു, കിട്ടി എന്ന് വിചാരിക്കുന്നു, ഇനി തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. നായകൻ വേറെ, പിതാവ് വേറെ കേട്ടോ. യെസ്. 44ാമത്തെ ചോദ്യം, ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി MK സാനു, ഓപ്ഷൻ സി റിട്ടി ലൂക്കോസ്, ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഇപ്പോൾ ചെയ്യാം. ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് എന്ന് പഠിച്ചു നോക്കാം. 44. യെസ്. ഓക്കെ. 45ാമത്തെ ചോദ്യം, AKG ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി പയ്യാമ്പലം, ഓപ്ഷൻ ഡി പെരളശ്ശേരി. ഇപ്പോൾ ചെയ്യാം. AKG ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AKG ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? AKG ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ സ്ഥിതി ചെയ്യുന്നു AKG ഭവൻ? യെസ്, അത് ന്യൂഡൽഹിയിലാണെന്ന് പഠിച്ചു വെക്കാം. കൺഫ്യൂഷൻ അടിക്കരുത്. ഈ പോയിന്റ് കൂടി നോട്ട് ചെയ്തു വെക്കാം. AKG സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്ത്. AKG ഭവൻ ന്യൂഡൽഹി. AKGയുടെ ശവകുടീരോ? യെസ്, അത് പയ്യാമ്പലത്താണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. AKGയുടെ ശവകുടീരം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യാമ്പലം എന്ന് പഠിച്ചു വെക്കാം. ഇനി 2018 കേരള ബജറ്റിൽ AKG സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പെരളശ്ശേരിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അതിന്റെ പണി എന്തായി എന്നുള്ളത്. അവിടെ അങ്ങനെ ഒരു സംഭവം വന്നോ? യെസ്, നമ്മുടെ പഴയ സ്ലൈഡാണ്. അവിടെ ഒരു സംഭവം വന്നോ എന്നുള്ളത് പെരളശ്ശേരിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. യെസ്, അത് സ്മാരകമാണ്. ശവകുടീരം പയ്യാമ്പലത്ത്, AKG ഭവൻ ന്യൂഡൽഹി, AKG സെന്റർ തിരുവനന്തപുരം എന്നും നോട്ട് ചെയ്തു വെക്കാം. 45. 46, ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ AK ഗോപാലൻ, ഓപ്ഷൻ ബി CM സ്റ്റീഫൻ, ഓപ്ഷൻ സി രാം സുഭഗ് സിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇന്ന് രാത്രി 10 മണിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇന്ത്യൻ വ്യവസായം കേട്ടോ. ഇന്ത്യൻ വ്യവസായം എന്ന് പറയുന്ന ടോപ്പിക് ആണ് രാത്രി 10 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോ ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാം സുഭഗ് സിംഗ് എന്ന് പഠിച്ചു നോക്കാം. അപ്പൊ AKG ആരാ? AKG ഞാൻ പഠിച്ചാണല്ലോ. യെസ്, ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG ആണ്. പക്ഷെ ഒഫീഷ്യലി ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാം സുഭഗ് സിംഗ് എന്ന് പഠിച്ചു നോക്കാം. ഈ ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ ഏക മലയാളി CM സ്റ്റീഫൻ എന്നും പഠിച്ചു നോക്കാം. 46. 47, പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല, നമ്മൾ പഠിച്ച് സെറ്റായി അല്ലെ. പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി മാനന്തവാടി, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി തൃശൂർ. പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാന്ന് പഠിച്ചു വെക്കാം? കോഴിക്കോടാണ് എന്ന് പഠിച്ചു വെക്കാം. പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് എന്ന് പഠിച്ചു വെക്കാം. ഈസ്റ്റ് ഹിൽ. ഇനി പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂര്. വളപട്ടണം നദിക്ക് കുറുകെയാണ് ഈ പറയുന്ന പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. 47. 48, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ് അല്ലെ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈന എന്ന് പഠിച്ചു വെക്കാം. എന്നാൽ ഇന്ത്യയുടെ അതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 49, ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ശ്രീഹരിക്കോട്ട, ഓപ്ഷൻ ബി വീലർ ദ്വീപുകൾ, ഓപ്ഷൻ സി തുമ്പ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുമ്പ എന്ന് പഠിച്ചു വെക്കാം. തുമ്പയാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇവിടെ ഉപഗ്രഹം വിക്ഷേപിക്കും. വീലർ ദ്വീപിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കും. ഓക്കെ, തുമ്പയിൽ നിന്ന്
റോക്കറ്റ് വിക്ഷേപിക്കും എന്ന് പഠിച്ചു വെക്കാം. 49. 50ാമത്തെ ചോദ്യം, കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ തെളിമ, ഓപ്ഷൻ ബി സാന്ത്വനം, ഓപ്ഷൻ സി ശ്രേഷ്ഠ, ഓപ്ഷൻ ഡി തീർത്ഥം. കുടുംബശ്രീ ആരംഭിച്ച മാലിന്യ സംസ്കരണ പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ ആരംഭിച്ച മാലിന്യ സംസ്കരണ പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് പഠിച്ചു വെക്കാം. അത് തെളിമ എന്ന് പഠിച്ചു വെക്കാം. 50 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ 50 ഉള്ളൂ, 51 ഇല്ല, കാരണം അത് എന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. ആ ചോദ്യം നമ്മൾ ഒഴിവാക്കി. 50 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ആര്യ, അതുപോലെ തന്നെ ആര്യ 2, ഹർഷ, ഓക്കെ, നിതിൻ, ഇത്രയും പേര് ലീഡർ ബോർഡിൽ. ഇനി 10 ചോദ്യം കൂടി ചെയ്യുന്നു, 100 ആക്കാനില്ല, കാരണം കൺഫ്യൂസിംഗ് ഫാക്ട് ആയതുകൊണ്ട് അതിന്റെ കൂടെയുള്ള ഡിസ്കഷൻ കൂടി നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് 10 ചോദ്യങ്ങളിൽ ക്ലാസ് അവസാനിപ്പിക്കുന്നു കേട്ടോ. 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ നെടുമ്പാശ്ശേരി, ഓപ്ഷൻ ബി കടവന്ത്ര, ഓപ്ഷൻ സി വെങ്ങാനൂർ, ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെങ്ങാനൂർ എന്ന് പഠിച്ചു വെക്കാം. 51. 52ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കണ്ണാടി, ഓപ്ഷൻ ബി മീൻവല്ലം, ഓപ്ഷൻ സി മാങ്കുളം, ഓപ്ഷൻ ഡി കോതമംഗലം. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്. എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാടി എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി എന്ന് പഠിച്ചു വെക്കാം. 52. ഇന്ന് ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി എന്ന് പഠിച്ചു. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂര്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണാടി എന്നും പഠിച്ചു വെക്കാം കേട്ടോ. കണ്ണാടി എന്നും പഠിച്ചു വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8-10 എന്നുള്ള മോഡലിൽ പോവാണ് ഇപ്പൊ നമ്മൾ GK ഗോകുലെ. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ പോസ്റ്റ് ഓഫീസ് ബാംഗ്ലൂർ, പട്ടം, ചെന്നൈ, ത്രിപുര. ഇത് സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് വായിച്ചത് നിങ്ങളുടെ തെറ്റ്, അതെന്റെ തെറ്റല്ല. ഞാൻ എഴുതിയത് സൈബർ പോസ്റ്റ് ഓഫീസ് ആണ്. പക്ഷെ മാനസികമായിട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സൈബർ പോലീസ് സ്റ്റേഷനാണ്. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. പക്ഷെ അത് അങ്ങനെയല്ല, ചോദ്യം അങ്ങനെയല്ല. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ഓപ്ഷനിൽ നോക്കുകയാണ് നിങ്ങൾ ചെയ്തത്, പക്ഷെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഉണ്ടാവരുത്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്നൈ എന്ന് പഠിച്ചു വെക്കാം. സൈബർ പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് ചെന്നൈ, പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷനോ? കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഇൻ കേരള, അത് പട്ടം, തിരുവനന്തപുരം എന്ന് പഠിച്ചു വെക്കാം. ഇവിടെ സൈബർ പോസ്റ്റ് ഓഫീസ് ആണ് ചോദിച്ചത്, അത് ചെന്നൈ ആണ് എന്ന പോയിന്റും പഠിച്ചു വെക്കാം. 53. 54ാമത്തെ ചോദ്യം, എറണാകുളത്ത് ഹരിജൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണെന്ന് അറിയാമോ? ഓപ്ഷൻ എ AKG, ഓപ്ഷൻ ബി ഡോക്ടർ പൽപു, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി KP വള്ളോൻ. എറണാകുളത്തെ ഹരിജൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെ ഹരിജൻ എന്ന മാസിക ആരംഭിച്ചത് KP വള്ളോൻ ആണ് എന്ന് പഠിച്ചു വെക്കാം. എന്താ ഇതിനകത്ത് ട്രാപ്പ്? ഓക്കെ, ഹരിജനം എന്ന കൃതി ആരുടേതാണ്? AK ഗോപാലന്റെയാണ്. ഹരിജനം എന്ന കൃതി AK ഗോപാലന്റെയാണ്. ഹരിജൻ എന്ന മാസിക KP വള്ളോൻ ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നവോത്ഥാന നായകനാണ് KP വള്ളോൻ കേട്ടോ. ഹരിജൻ എന്ന മാസിക ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KP വള്ളോൻ എന്ന് പഠിച്ചു. 54. 55ാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ശ്രീ വിശാഖം തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീ മൂലം തിരുനാൾ, ഓപ്ഷൻ സി ആയില്യം തിരുനാൾ, ഓപ്ഷൻ ഡി റാണി സേതു ലക്ഷ്മിബായി. ഇപ്പോൾ ചെയ്യാം. വിശാഖം തിരുനാളാണോ, ശ്രീമൂലം തിരുനാളാണോ, ആയില്യം തിരുനാളാണോ, റാണി സേതു ലക്ഷ്മിബായി ആണോ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്തുള്ള ഭരണാധികാരി? ഇവിടെയുള്ള ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. എന്നാൽ
മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ വിശാഖം തിരുനാൾ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ അംഗീകാരം നൽകിയത് വിശാഖം തിരുനാളാണ്. പക്ഷെ ആരുടെ കാലത്താണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ എന്ന് പഠിച്ചു വെക്കാം. 55. 56ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ചെയ്യാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം. യെസ്, അത് കാൽസ്യമാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ യെസ്, മൂലകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ എന്ന് പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 56. 57ാമത്തെ ചോദ്യം, ലോക അധ്യാപക ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലെ, സെപ്റ്റംബർ 5, ഒക്ടോബർ 15, ഒക്ടോബർ 5, ഏപ്രിൽ 12. ഇപ്പോൾ ചെയ്യാം. ലോക അധ്യാപക ദിനം എന്നാണ്. യെസ്, ലോക അധ്യാപക ദിനം എന്നാണ്. യെസ്, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് സെപ്റ്റംബർ 5, പക്ഷെ അത് ദേശീയ അധ്യാപക ദിനമാണ്. ഞാൻ ചോദിച്ചത് ലോക അധ്യാപക ദിനമാണ്. ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്കും ഇല്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നില്ല, അതാണ് പ്രശ്നം. യെസ്, ലോക അധ്യാപക ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 5-നാണെന്ന് പഠിച്ചു വെക്കാം. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5 എന്ന് പഠിച്ചു വെക്കാം. 58, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡ്യൂറന്റ് കപ്പ്, ഓപ്ഷൻ എ ഇംഗ്ലീഷ് FA കപ്പ്, ഓപ്ഷൻ സി കോപ്പ അമേരിക്ക, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ 1 കപ്പ്. ചെയ്യാം. യെസ്, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 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 ഓക്കെ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ട്രാപ്പ് ഏതാണ്? യെസ്, ഒരുപാട് പേര് തെറ്റിച്ചു, ഡ്യൂറന്റ് കപ്പിലേക്ക് പോയി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് FA കപ്പാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏതാന്ന് പഠിച്ചു വെക്കാം. യെസ്, അത് ഡ്യൂറന്റ് കപ്പാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി യെസ് ഓക്കെ, ഇനി കോപ്പ അമേരിക്ക അല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോപ്പ അമേരിക്ക. ഓക്കെ, ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് FA കപ്പാണ്. എന്നാൽ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴക്കം ചെന്നത് കോപ്പ അമേരിക്ക തന്നെയാണ്. യെസ്, ഇനി ഏഷ്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറന്റ് കപ്പ് എന്നും പഠിച്ചു വെക്കാം. ട്വിസ്റ്റ് ഓഫ് ദി ട്വിസ്റ്റ് ആണ്. യെസ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വരും, പക്ഷെ പഠിച്ചവർക്ക് കൺഫ്യൂഷൻ ഇല്ല, അടുത്ത പ്രാവശ്യം തെറ്റിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. 59ാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്വകാര്യ ചാനൽ, ആദ്യത്തെ സ്വകാര്യ ചാനൽ ഓപ്ഷൻ എ സൺ TV, ഓപ്ഷൻ ബി CTV, ഓപ്ഷൻ സി ഏഷ്യാനെറ്റ്, ഓപ്ഷൻ ഡി സൂര്യ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 60 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. യെസ്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CTV ആണ്. കുറെ പേര് ഏഷ്യാനെറ്റിലേക്ക് പോയി. ഏഷ്യാനെറ്റ് ശരിയാണ്, പക്ഷെ ചോദ്യം ഇതായിരിക്കരുത്, കേരളത്തിലെ എന്നാണെങ്കിൽ ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഓക്കെ ആണ്. ഓക്കെ, യെസ്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CTV ആണ് എന്ന പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. 59. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. യെസ്, ഒരു കാര്യം പറയാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ നാളെ മുതൽ നമ്മൾ സൂപ്പർ 30 എന്ന് പറഞ്ഞ് ഡെയിലി ഓരോ ടോപ്പിക്ക് യെസ് ഏതൊക്കെ ടോപ്പിക്കുകളാന്നുള്ളത് നേരത്തെ നിങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഫ്രീ ക്ലാസ്സിൽ 8 മണിക്കും 10 മണിക്കും. പക്ഷെ 2 അവർ മാത്രം ക്ലാസ് കൊണ്ട് ഫുള്ളായിട്ട് സിലബസ് കവർ ചെയ്യുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നാളെയും മറ്റന്നാളുമായിട്ട് പ്ലസിൽ 2 പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറയാം, അത് ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ 1 മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
പ്ലസിലെ ക്ലാസ്സുകളും കേൾക്കാം, ഇവിടെ ഫ്രീ ക്ലാസ്സുകൾ എക്സാമുകളും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒരു ബൾക്ക് പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിപ്പോ പറയാം ഈ ചോദ്യത്തിന് ശേഷം കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ എ കേണൽ മെക്കാളെ, ഓപ്ഷൻ ബി കേണൽ മെൻറോ, ഓപ്ഷൻ സി എം.ഇ. വാട്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇപ്പോൾ ചെയ്യാം. യെസ്, ഓക്കെ. ഏതാണ് ശരിയായ ഉത്തരം? കേണൽ മെൻറോ എന്ന് പഠിച്ചു വെക്കാം. കേണൽ മെൻറോ എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ 60 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ 60ൽ യെസ് 59 മാർക്കുമായിട്ട് ആര്യാണ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. യെസ്, ലീഡർ ബോർഡിൽ അർഷ, നിതിൻ, അജിത്ത്, നവ്യ, സുജിത,